الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد فجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد فجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد فقال قرينه هذا ما لدي عتيد ألقيا في جهنم كل كفار عنيد. صلى الله عليه وسلم. ബഹുമാനിയായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളെ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആദ്യം തഖ്വ കൊണ്ടുള്ള വസിയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അത് മനുഷ്യന് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ളത്. മനുഷ്യ മനസ്സിനെ മാറി മറിഞ്ഞുകൊണ്ട് പലപ്പോഴും സൂചിപ്പിച്ച കൽബ്, അതായത് കലപ്പ എന്നുള്ള മലയാളത്തിൽ ഉഴുതു മറിക്കുന്ന സാധനം കലപ്പ. ആ കലബ എന്നാണ് കലബ എങ്കിൽ ആവശ്യന്താബാന്നൊക്കെ വന്നൊക്കെ പല ഭാഷ സൂചിപ്പിച്ച സംഗതി. അപ്പൊ ഇപ്പൊ ഒരു പോസിറ്റീവ് തോട്ടാണെങ്കിൽ, അതായത് ഒരു നല്ല ചിന്തയാണെങ്കിൽ, അടുത്ത നിമിഷം ഒരു നെഗറ്റീവ് തോന്നുണ്ടാവും. മനുഷ്യ മനസ്സിന്റെ ഒരു സ്വഭാവമാണ്, മനസ്സ് നമ്മുടെ പിടുത്തത്തിലല്ല എന്ന് പറഞ്ഞാൽ ലേശം ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. നമ്മളുടെ മനസ്സുമായി മാറി നിൽക്കുമ്പോൾ മനസ്സ് എന്താണ്, നമ്മൾ എന്താണ് എന്ന് പിന്നെ കണ്ടുപിടിക്കുന്നത് വലിയ വിഷമം പിടിച്ചൊരു സംഗതിയാണ്. മനുഷ്യൻ എന്നാൽ മനസ്സ് എന്നുകൊണ്ടാണ് പ്രതിദാനം ചെയ്യുന്നത്. ആ മനസ്സ് മനുഷ്യന്റെ പിടുത്തത്തിലല്ല എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് സംഗതികൾ മനസ്സിലാക്കാറുള്ളത്. അത് വളരെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ മാത്രം ചില സംഗതികൾ നമുക്ക് മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു, നഫ്സ് അല്ലാഹുവിന്റെ കയ്യിലാണ്. മനുഷ്യനും അവന്റെ മനസ്സിനിടയിൽ അല്ലാഹു ഉണ്ട്.
اللهم آت أنفسنا تقواها وزكاها أنت خير من زكاها ووليها ومولاها. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. പഠിച്ച നമ്പരാനെ മനസ്സിന്റെ തസ്കിയത്ത്, ശുദ്ധിയും സൂക്ഷ്മതയും നീ നൽകി അനുഗ്രഹിക്കുന്നേ. ഏറ്റവും നന്നായി ശുദ്ധീകരിക്കുന്ന നീയാണ്. അന്ത വലിയുഹ വ മൗലാഹ. അവിടെ ക്ലിയറായി പറഞ്ഞു, നീയാണ് ഈ മനസ്സിന്റെ വലിയ മൗല എന്ന് പറഞ്ഞ എല്ലാം സൃഷ്ടാവും സംരക്ഷകനും കൈകാര്യകർത്താവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ മനസ്സ് അത് അവൻ്റെതായി ശുദ്ധമായി നിലനിർത്തി ജീവിത വിജയം നേടുന്നതിന് സൂക്ഷ്മത അനിവാര്യമാണ്. സൂക്ഷ്മത ഉണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയം കൈവരിക്കാനാവുള്ളൂ. അതുകൊണ്ടാണ് സൂക്ഷ്മത കൊണ്ട് ഉപദേശിക്കാൻ. സൂക്ഷ്മത യഥാർത്ഥത്തിൽ ഉദയം ചെയ്യുന്നത് ഹൃദയത്തിലാണ്, മനസ്സിലാണ്. ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്തി എന്ന് പറയുന്നത്, സൂക്ഷ്മത എന്ന് പറയുന്നത് വേഷഭൂഷാദികളിലും ഹാവഭാവാദികളിലുമല്ല യഥാർത്ഥത്തിൽ കുടികൊള്ളുന്നത് മനസ്സിന്റെ അടിത്തറയിലാണ്. വികാരവിചാരങ്ങളിലും ചിന്തയിലും ആശയങ്ങളിലും ഭാഷയിലും പ്രാർത്ഥനയിലും ഒക്കെ പിന്നുണ്ടാവുന്നത് ആ മനസ്സിലുള്ള തഖ്വയാണ്. അത് നഫ്സിലാണ്. അപ്പൊ നഫ്സിന് തഖ്വ ഉണ്ടാവാൻ ജാഗ്രത ഉണ്ടാവണം. അപ്പൊ മനുഷ്യ മനസ്സിനെ തഖ്വയിലേക്ക് ജാഗ്രതയായി നിലനിർത്തുന്നതിന് ആവശ്യമായ ഒരുപാട് ചിത്രീകരണങ്ങൾ, ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിത്രീകരണങ്ങൾ ഖുർആനിൽ നമുക്ക് വരച്ച് കാണിക്കുകയാണ്. ചിലതൊക്കെ വളരെ ചടുലവും വളരെ ആഴത്തിൽ ആഘാതം ഏൽപ്പിക്കുന്നതും ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്നതുമാണ്. ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന സംഗതികളെ സംബന്ധിച്ച് അങ്ങനെ ഗൗരവമായി പറയുമ്പോൾ ആഴത്തിൽ പതിപ്പിക്കുന്ന വാചകങ്ങളിലൂടെ അത് പറയുമ്പോൾ മനുഷ്യന് ജാഗ്രത ഉണ്ടാവും. ആ ജാഗ്രത നിലനിന്ന് പോകണം എന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ ജാഗ്രതയെ നിലനിർത്താൻ അനിവാര്യമായ ആവശ്യമായ ജീവിതഗന്ധിയായ ചിത്രീകരണങ്ങൾ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഖാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ചിത്രീകരണത്തിന്റെ കുറഞ്ഞ ഭാഗമാണ് ഞാൻ നിങ്ങളെ ആദ്യം വായിച്ചു കേൾപ്പിച്ചത്. ഈ വിഷയത്തിന്റെ പ്രാധാന്യവും ഗൗരവവും കണക്കിലെടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ഖുത്ബകളിലും പെരുന്നാൾ ഖുത്ബകളിലും അതുപോലെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിൽ എന്തെങ്കിലും കാര്യം ആലോചിക്കാൻ അവർ കൂടിയാൽ അവിടെയൊക്കെ സൂറത്തുൽ ഖാഫിന്റെ ആശയം പ്രഭാഷണ വിഷയമാക്കുക പതിവായിരുന്നു എന്ന സഹിയായ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല ആളുകളും ഖാഫ് എന്ന സൂറത്ത് കാണാതെ പഠിച്ചത് ഇത്തരം സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പാരായണം ചെയ്യുന്നതിലൂടെയാണ് എന്ന് സഹാബാക്കൾ എന്നുള്ള ചില രേഖകളിൽ റിപ്പോർട്ടുകളിലോ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ജീവിതത്തിന്റെ പ്രയാണത്തെ സംബന്ധിച്ച് വളച്ചുകെട്ടില്ലാതെ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പച്ചയായി വിവരിക്കുന്ന ചില ആയത്തുകളാണ് ഇവിടെ ആദ്യം പാരായണം ചെയ്തത്. വലഖദ് ഖലഖനൽ ഇൻസാന, സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയാം, മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സിന്റെ മർമ്മരങ്ങൾ, മനസ്സിന്റെ വികാര വിചാരങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാം. ഒരു യന്ത്രം ഉണ്ടാക്കിയാൽ നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിയാൽ ഒരു കാറ്റലോഗ് കിട്ടും. ആ കാറ്റലോഗ് ആ കമ്പനി തയ്യാറാക്കിയിരിക്കുന്ന ആ കമ്പനിയിൽ ഒരു നിർമ്മാതാവ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ നിർമ്മാതാക്കൾ ഉണ്ടാവും. ആ മെഷീന്റെ അല്ലെങ്കിൽ യന്ത്രത്തിന്റെ സൃഷ്ടാവുകളെല്ലാവരും നിർമ്മാതാക്കൾ മാത്രമാണ്. സൃഷ്ടാവും നിർമ്മാതാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കി വരുമ്പോഴാണ് സൃഷ്ടാവാകുക. ഉള്ള സാധനങ്ങൾ എടുത്ത് റീഅസംബിൾ ചെയ്യുമ്പോൾ അത് നിർമ്മാതാവയാകുള്ളൂ. അതാണ് വ്യത്യാസം. ഭൂമിയിൽ ലഭ്യമായ സാമഗ്രികളൊക്കെ കൂടെ വാരിക്കൂട്ടിച്ച് കെട്ടിക്കൂട്ടി അതുണ്ടാക്കുമ്പോൾ നിർമ്മാതാവാകും. അതേസമയം ഇവിടെ ഒന്നും ഇല്ലാതിരുന്ന വസ്തുക്കളെ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഉണ്ടാക്കുമ്പോൾ സൃഷ്ടാവാകും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ കഴിവുള്ളൂ എന്നുള്ളതാണ്. ആർക്കും ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല, ആർക്കും നിർമ്മിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള പലതും നമുക്ക്
നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേറെ പലതും നമുക്കാക്കാൻ പറ്റും. അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന സംഗതിയാണ്. ഇപ്പൊ ഒരു നിർമ്മാതാവായ ഒരാളിന് പോലും ഒരു മെഷീന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇന്ന സ്വിച്ച് ഇട്ടാൽ ഇന്നതാവും, ഇന്നടുത്ത് ഇന്ന സ്വിച്ച് കൊടുത്താൽ ഇന്നതാവും എന്നൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ സൃഷ്ടാവ് അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ അറിയുമെന്ന് പറയുന്നതിൽ ഒരു വലിയ അത്ഭുതമൊന്നുമില്ല. അത് യാഥാർത്ഥ്യം മാത്രമാണ്. ആ യാഥാർത്ഥ്യം നമ്മളെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. അല്ലാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പടച്ചവൻ തന്നെ സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമായാലും ആവർത്തിച്ച് എന്തിനാണ് ഖുർആനിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം സൃഷ്ടിച്ചിട്ട് അങ്ങ് വിട്ടേക്കുകയല്ല, സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടലുള്ളതുപോലെ തന്നെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ റബ്ബ് എന്ന വാക്കാണ് നമ്മൾ പറയുന്നത്. സംരക്ഷകൻ, അതായത് ഒരു ചെടിയെ നട്ടു വളർത്തി പരിപാലിച്ച് വലുതാക്കുമ്പോൾ അവനാണ് റബ്ബ് എന്ന് പറയും. കച്ചവടം ചെയ്യുമ്പോൾ ഈ സാധന സാമഗ്രികളൊക്കെ വാങ്ങി കച്ചവടത്തെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതിനാണ് റബ്ബ് എന്ന് പറയും. പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. അർബാബ് എന്നൊക്കെ അറബി ലോകത്ത് പറയും. സ്പോൺസർ തന്നെയാണ് അർബാബ് എന്ന് പറയുന്നത്. അർബാബ് സ്പോൺസർ, അതായത് സംഗതികളെ വളർത്തി, അതായത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ സാധ്യമാകുന്ന ഒരു വ്യക്തിത്വത്തിനാണ് യഥാർത്ഥ റബ്ബ് എന്ന് പറയാം. അത് വളരെ ആഴത്തിലാണ്. ഈ റബ്ബ് എന്ന് പറയുന്നത് എല്ലാ നിലയ്ക്കുള്ള സംരക്ഷകനതാണ്. അവിടെ നമ്മുടെ റബ്ബ് അല്ലാഹുവാണ് എന്നൊരാളിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പിന്നെ അവന് യാതൊരു തരത്തിലെ പേടിയും യാതൊരു സങ്കടവും ദുഃഖവും ഒന്നും ബാധിക്കില്ല. നമ്മളെ പേടി ബാധിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഓരോ ചെറുതും വലുതുമായ സംഗതികളിൽ നമുക്ക് ദുഃഖം ബാധിക്കുന്നുണ്ട്. പക്ഷെ ആ ദുഃഖത്തിനപ്പുറം നമുക്കൊരു ആശ്വാസം തരുന്ന ഏറ്റവും മഹത്തായ ചിന്തയാണ് ഇതിന്റെയൊക്കെ സംരക്ഷകൻ സൃഷ്ടാവ് അല്ലാഹുവാണ്. അവനുദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ, അവനുദ്ദേശിച്ചത് മാത്രമേ നടക്കുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ച് പറയും. ഈ ആവർത്തനം പലപ്പോഴും നമുക്ക് രസതാനുഭവമാണ്. പക്ഷേ ഖുർആൻ ആവർത്തിച്ചിരിക്കുന്നത് മനുഷ്യ മനസ്സിന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. സൃഷ്ടാവാണല്ലോ ഇത് പറഞ്ഞിരുന്നത്. സൃഷ്ടാവിന് നഫ്സിന്റെ സ്വഭാവം നന്നായി അറിയാം. അതുകൊണ്ട് അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ, എല്ലാത്തിന്റെയും കൈകാര്യകർത്താവ് അവൻ തന്നെയാണ്. അപ്പൊ ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിൽ, ഈ പ്രപഞ്ചത്തിന്റെ മുകളിലുള്ള ജീവിതത്തിൽ എല്ലാ ചലനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, വായനമോ നിങ്ങൾ അറിയണം. അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചെയ്യുന്നത്. ഒരാളുടെ പണം കൊടുക്കുന്നതും ഒരാളുടെ പണം ഇല്ലാതാക്കുന്നതും ഒരാളുടെ അധികാരം കൊടുക്കുന്നതും ഒരാളുടെ അധികാരം ഇല്ലാതാക്കുന്നതും അതുപോലെ തന്നെ ഒരാളിന് പ്രതാപം നൽകുന്നതും ഒരാളുടെ നിന്ദിത നൽകുന്നതും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ബോധപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ്. ആ ബന്ധത്താൽ യാദൃച്ഛികതയിൽ പറ്റിപ്പോകുന്നതുമല്ല. ഈ രാജാധികാരം മാലിക്കൽ മുൽക്ക് എല്ലാത്തിന്റെയും അധികാരം അല്ലാഹുവിനാണ് എന്ന് നീ പ്രഖ്യാപിക്കണം. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവൻ അധികാരം മാറ്റി കളയുന്നു. അത് കുടുംബത്തിന്റെ ചെറിയ ഇടനാഴികളിൽ നിന്നിട്ട് യുവന്റെ അന്താരാഷ്ട്ര തലങ്ങളിലുള്ള അധികാര കേന്ദ്രങ്ങൾ നമ്മൾ പരിശോധിച്ച് കാണാൻ സാധിക്കും. ജനാധിപത്യ വ്യവസ്ഥകളിൽ വോട്ടിങ്ങിലൂടെ അധികാരമാറ്റം നടക്കുമ്പോൾ മറ്റു പലയിടത്തും അട്ടിമറിയിലൂടെയും മരണത്തിലൂടെയും വിപ്ലവത്തിലൂടെയൊക്കെ അധികാരമാറ്റം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ ഇവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ആസൂത്രിതമായി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. അത് നിങ്ങളത് മനസ്സിലാക്കണം, അത് പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ തുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പ്രതാപം നൽകും. ചില ആളുകൾക്ക് പ്രതാപം ഉണ്ടാകും, ചില പ്രതാപങ്ങൾ പെട്ടെന്ന് അസ്തമിച്ചു, അറിയാതെ പോയാൽ അബദ്ധത്തിൽ ചെല്ലും. ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ അബദ്ധം പിന്നീട് ഭീമാബദ്ധമായി, പിന്നീട് അയാളത് ചെയ്തിട്ടില്ലെങ്കിൽ ലോകം അയാളത് ചെയ്തു എന്ന് പറഞ്ഞുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ലോകത്ത് കാണാറുണ്ട്. അപ്പൊ തുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ, അല്ലാഹുവിന്റെ അടുത്താണ് എല്ലാ നന്മകളും ഉള്ളത്. അത് പറയാനും പ്രഖ്യാപിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാം. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ഏത് നിമിഷവും നമ്മളുമായി വിട്ടിട്ടുള്ള ഒരു പണിയില്ലാത്തതാണ്. നമ്മളെ മാത്രമല്ല, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചത് ഒന്നുകൂടി ആവർത്തിക്കാം. നമ്മുടെ നഫ്സ്, നമ്മുടെ റൂഹ്, നമ്മുടെ ഹയാത്ത്, നമ്മുടെ ബദൻ, 4 സംഗതികളാണ്. നഫ്സ് എന്ന് പറയുന്നത് മനസ്സ് എന്ന് തൽക്കാലം മലയാളത്തിൽ പറയും. റൂഹ് എന്ന് പറയുന്നത് അല്ലാഹു ഊതി തന്ന ആത്മാവ്. നമ്മുടെ ഹയാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ. അപ്പൊ ജീവനും നഫ്സും രണ്ടാണ്. ജീവാത്മാവും പരമാത്മാവും എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു മിത്തോളജിയിൽ പഠിപ്പിക്കാറുണ്ട്. ഇതിനപ്പുറമാണ് ബദൻ, ബോഡി. ഈ 3 സംഗതികളും ബഹുമാനത്താണ്, മറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നഫ്സിനെ നമുക്ക് കാണാൻ പറ്റില്ല, നമ്മുടെ ജീവൻ നമുക്ക് കാണാൻ പറ്റില്ല. ജീവനുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്, മനസ്സുണ്ടോ എന്നുള്ളതിന് തെളിവ് വളരെ ആഴത്തിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും. ജീവനുള്ളതിന് പെട്ടെന്ന് തെളിവ്, ആത്മാവുണ്ടോ എന്നുള്ള തെളിവ് വളരെ ആഴത്തിൽ അന്വേഷിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ നമ്മളാണെന്ന് വിചാരിച്ചു നടക്കുന്ന ഈ തടിയിൽ എന്തൊക്കെ സംഗതികളാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത് അത്ഭുതം തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മളെയും ചുറ്റുപാടുകളെയും കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിധം കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഈ സംഗതികളൊക്കെ ഈ നഫ്സ് ചലിക്കണമെങ്കിൽ ഇടയ്ക്കിടെ അല്ലാഹ് ഇടപെട്ടാൽ പോരാ. ഓരോ സെക്കൻഡിലും അല്ല, ഓരോ നാനോ സെക്കൻഡിലും അല്ല. ഇനി നാനോ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെക്കൻഡിനെ ഒരു 100 കോടിയായി ഭാഗിച്ചാൽ അതൊരു അംശമാണ്. അപ്പൊ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷ് പറഞ്ഞു 1000 ബില്യൺ ഫ്രാക്ഷൻ ഓഫ് എ നാനോ സെക്കൻഡ്. ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നത്. അതായത് ഒരു നാനോ സെക്കൻഡിന്റെ 10,000 ലക്ഷം കോടിയുടെ ഒരു അംശം. ഇത് പറയുന്നതിന് മുമ്പ് തന്നെ സമയം കഴിയും. ഒരു നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിനെ എത്രയോ കോടിയായിട്ട് വിഭജിച്ചാണ്. അതിന്റെ ഒരു കഷ്ണം എടുക്കുക, അതിന്റെ 10,000 ലക്ഷം കോടിയിൽ ഒരു അംശം, അതൊരു സമയമാണ്. ഇന്ന് ശാസ്ത്രത്തിന് ആ മേഖലയിലൊക്കെ പോയി പറയാൻ പറ്റും. പക്ഷെ അത് പറയാനെടുക്കുന്ന സമയത്ത് ഒരുപാട് നാനോ സെക്കൻഡുകൾ കടന്നു പോകും. ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു സമയത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ ഫ്രാക്ഷൻ എന്താണെന്ന് ഇതുവരെ ആർക്കും പറയാൻ കഴിയില്ല. ഏറ്റവും ചുരുങ്ങിയ സമയം ഏതാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അത് ഏറ്റവും വലിയ സമയം അല്ലാഹുക്ക് മാത്രം പറയാം. നമുക്ക് പറയാൻ നാനോ സെക്കൻഡ്, മണിക്കൂർ, ദിവസം, ആഴ്ച, വർഷം, സഹസ്രാബ്ദം എന്നൊക്കെ നമുക്ക് പറയാം. അത് എന്റെ മിഡിലെ ഇടയിലാണ്. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും ചെറിയ സമയം എന്ന് ചോദിച്ചാൽ ഇതുവരെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രീക്കിലെ ഫിലോസഫർമാര്, തത്വശാസ്ത്രന്മാര് ചോദ്യം ചോദിച്ചു, സമയത്തിന്റെ സ്ഥലത്തിന്റെ ഏതോ ചെറിയ അംശം ഏതാണ്? ഇന്നുവരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി, നമ്മളവിടെ ഇരിക്കുന്ന സ്ഥലം, അതിങ്ങനെ വിധിച്ച് അത് മനുഷ്യശരീരവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയും. അപ്പൊ നേരത്തെ പറഞ്ഞു വന്നതിലേക്ക് കടന്നു. അതായത് നഫ്സ് നമുക്കറിയില്ല. ഈ നഫ്സിനെ നിലനിർത്തിക്കുന്ന ഒരുതരം എനർജിയാണ്, ഊർജ്ജമാണ്. ഈ ഊർജ്ജം നഫ്സിൽ നിക്ഷിപ്തല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് വരെയാണ്. അത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം ഈ ഉപരിമണ്ഡലത്തിൽ നിന്നാണ് അല്ലാഹു തആല ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മള് ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും ഈ 7 പ്രപഞ്ചങ്ങൾക്ക് അപ്പുറത്ത്, ലൗഹുൽ മഹ്ഫൂദിന്റെ അപ്പുറത്ത്, വളരെ പ്രകാശത്തിന്റെ ഒരു ദിവ്യലോകത്ത്, അള്ളാഹുവിന്റെ ഒരു നമുക്ക് മനസ്സിലാവാത്ത 100 സമാവാത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു ലോകത്ത്, അവിടെ സർവശക്തനായ തമ്പുരാനിന്റെ നിർദ്ദേശം ഒരു ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ ഭൂമിയിലെ എല്ലാത്തിനും മാറ്റം ഉണ്ടാകും. അപ്പൊ അതിന്റെ സ്പീഡ് അത് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പ്രകാശവേഗത, ഐൻസ്റ്റീൻ പറഞ്ഞൊരു പ്രകാശവേഗത 1,86,000 മൈൽ പെർ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞു. അതിപ്പോ തെറ്റാണ് എന്നാണ് പറഞ്ഞത്. ഐൻസ്റ്റീന്റെ ലോകത്തിലെ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീന്റെ E=mc², എനർജി സമം മാസ് ഇൻടു വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അതിന് പ്രകാശത്തിന്റെ യാത്രയെ കുറിച്ച് പറയുന്നു. അത് കോൺസ്റ്റന്റ് ആണ്, മാറ്റം ഉണ്ടാവില്ല. ഇപ്പൊ പറഞ്ഞ മാറ്റം ഉണ്ടാവുന്നത്. അപ്പോ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശവും നമ്മൾ പറയുന്ന പ്രകാശവും തമ്മിൽ വ്യത്യസ്തമാണ്. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത വലിയുഹ വ മൗലാഹ, നീയാണ് അതിന്റെ കൈകാര്യകർത്താവ്, നീയാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി നിന്റെ യാ മുസന്നിഫൽ ഖുലൂബ് സന്നിഫ് ഖൽബി അലാ തഅതിക, തബ്ബിതുൽ ഖുലൂബ്, അതായത് ശരിക്കും അല്ലാഹു സുബ്ഹാനഹു യാ മുഖല്ലിബുൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക. 2-3 പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം കിട്ടുന്നതിന് വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരും ഓരോ വിഷയത്തിലും ഇടപെടുമ്പോൾ
ആ പ്രാർത്ഥന നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കാരണം മനസ്സിപ്പോഴും മാറിപ്പോകും. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ പിശാച് ഇടങ്ങേറാക്കി ഇളക്കുന്നുണ്ട്. അതിനാണ് കൊല്ലങ്ങളൊക്കെ കൊല്ലങ്ങളാസും ഓതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. ഏതെങ്കിലും من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സുദൂർ എന്നാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യ മനസ്സാണ്. അപ്പൊ മനുഷ്യ മനസ്സിന് ദൗർബോധനം നടത്തുന്ന പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങൾ കാവലിനെ ചോദിച്ചുള്ളൂ പറഞ്ഞു. അപ്പൊ പിശാച് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം നമുക്ക് കാരണമല്ല, ഒരു തരം എനർജിയാണ്, ഒരു ശക്തി, ഒരു ഫോഴ്സാണ്. അത് നമ്മുടെ മനസ്സിന്റെ ആളലേഖനങ്ങളൊക്കെ ചെയ്യും. ചിലപ്പോ നല്ല ആവശ്യം തോന്നും, ചിലപ്പോ മടുപ്പനുഭവം, ചിലപ്പോ ദേഷ്യം പിടിക്കും, ചിലപ്പോ സന്തോഷം അനുഭവപ്പെടും. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ബാലൻസ് കണ്ടെത്തിയാണ്. മിക്കവാറും എല്ലാ ആളുകൾക്കും ഒരു ലേശ അബ്നോർമാലിറ്റി ഉണ്ട്. നമ്മൾ എല്ലാവർക്കും ലേശം മട്ടം തോന്നും. അത് കൂടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുക. എല്ലാവരും ഒരേപോലെ വട്ടന്മാരാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഒരു നദിയിലെ വെള്ളം കുടിച്ചിട്ട് നാട്ടുകാർ മുഴുവനും ഭ്രാന്തന്മാരായി. അന്വേഷിക്കാൻ വേണ്ടി രാജാവ് മന്ത്രി വിട്ടു. മന്ത്രി നടത്തുന്നപ്പോ നാട്ടുകാർ മുഴുവനും മന്ത്രി ഭ്രാന്താന്ന് വിളിച്ചു. മന്ത്രി നിവൃത്തിയില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം അയാൾ കുടിച്ചിട്ട് അയാൾ കൂടി തീർന്ന് രാജാവിനെ ഭ്രാന്താന്ന് വിളിച്ചില്ല. ഒടുവിൽ രാജാവ് വെള്ളം കുടിച്ച് ആ നാട് മുഴുവൻ ഭ്രാന്തായി എന്നൊരു തമാശ. അതുപോലെ എല്ലാത്തിനും ലേശം പട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. കുറച്ചാളുകൾക്ക് കൂടുമ്പോഴാണ് നമ്മളെ ഈ ഇംബാലൻസ്, അബ്നോർമാലിറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പൊ മനുഷ്യ മനസ്സ് വളരെ വളരെ ലോലമാണ്, സംഗതി വളരെ സെൻസിറ്റീവാണ്. അപ്പൊ ആ നഫ്സിലുണ്ടാവുന്ന വികാരങ്ങളെ നമുക്ക് നന്നായി അറിയാവുന്നതാണ്. ആ വികാരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. നോക്കിക്കൊണ്ട് നമ്മുടെ കൂടെ അല്ലാഹ് ഉണ്ട് എന്ന ഒരു ജാഗ്രതായ ചിന്ത അല്ലാഹു തആല വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും ആ നഫ്സിന്റെ കൂടെ നിങ്ങളെ രക്ഷിതാവുണ്ട് എന്നൊരു ബോധം മനസ്സിനെ കിടിലം കൊള്ളിക്കുന്നു. എല്ലാം അറിയുന്ന, എല്ലാത്തിനും കഴിവുള്ള, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള, സംരക്ഷിക്കുന്ന ഒരു നാഥൻ നമ്മുടെ നഫ്സിന്റെ ചലനങ്ങളോടൊപ്പം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയായി ഉൾക്കൊള്ളുമ്പോ തിരിയാനും പറ്റില്ല. അതായത് അനാവശ്യം ചിന്തിക്കാൻ പറ്റില്ല. കാണിക്കുന്ന വിഷയം വേറെ. ഒരാളൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ വികാരം ഉണ്ടാവണം, വിചാരം ഉണ്ടാവണം, ചിന്ത ഉണ്ടാവണം, ആശ ഉണ്ടാവണം, ഭാഷ ഉണ്ടാവണം, പ്രവൃത്തി ഉണ്ടാവണം. അതായത് ഒരു പ്രവൃത്തി പുറത്തു വരണം, നോട്ടം പോലും പുറത്തു വരണമെങ്കിൽ, ഒരു കേൾവി എന്തെങ്കിലും ഒന്ന് കേൾക്കണമെങ്കിൽ, എന്തെങ്കിലും ഒന്ന് എടുക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ് നടക്കണം എന്നതാണ്. അത് ഈ മോഹൻലാൽ ലക്ഷ്മി പ്രകാശ വേഗതയേക്കാൾ കൂടുതൽ വേഗതയിൽ പോകണമെന്ന് നമുക്കറിയാത്തത്. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഈച്ച വന്നു, ഒരടിയാണ് കൊടുത്തു പെട്ടെന്ന്. അപ്പൊ അത് സ്പൈനൽ കോഡിൽ നിന്ന് ഒരു ഓർഡർ ചെന്നിട്ട് കൈ ആവെങ്കിലേ അടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വീഴാൻ പോയി, ഉടനെ മറിഞ്ഞു വീഴാൻ പോയി, ബാലൻസ് ചെയ്ത് പിടിച്ച്. അപ്പോ അതിനൊക്കെ നഫ്സ് ശരിക്കും പ്രവർത്തിക്കുമ്പോഴേ ശരീരത്തിന്റെ പ്രവർത്തനം ഉണ്ടാവുള്ളൂ. അപ്പൊ നഫ്സിലാണ് യഥാർത്ഥത്തിൽ സകലതും നിലനിൽക്കുന്നതാണ്. വികാരങ്ങൾ ആവിർഭവിക്കുന്നത് അവിടെയാണ്, ആഗ്രഹങ്ങൾ മുളയ്ക്കുന്നത് അവിടെയാണ്, ചിന്ത ഉതിരുന്നത് അവിടെ നിന്നുകൊണ്ടാണ്. തലച്ചോറിന് സെക്കൻഡറി ലെവല, രണ്ടാം ഭാഗമാണ് ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ തലച്ചോറിനാണ് കൂടുതൽ പ്രാധാന്യം കുറെ കാലം നൽകുന്നത്. ഇപ്പൊ മാറിയിട്ട് കൽബിലേക്ക് മാറിയിട്ടുള്ളതാണ്. അപ്പൊ നഫ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശരിക്കും അത് ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ നഫ്സിന് ഫുജൂറുണ്ട്, തഖ്വയുണ്ട്, അതായത് മാർഗച്യുതിയുണ്ട്. വേണ്ടാതീനങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള താല്പര്യമുണ്ട്. അതേസമയം ചാടുമ്പോൾ പിടിച്ചു നിർത്തുന്ന ശക്തിയും ആ മനസ്സിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ നടക്കുമ്പോ വഹുവ മഅക്കും ഐനമാ കുന്തും വഇൻ നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്, അല്ലാഹു തആല ഉണ്ടെന്ന് മാത്രമല്ല പറയുന്നത്. ഈ പടച്ചോൻ തന്നെ മതി. പക്ഷെ എന്നിട്ടും പാറാവുകാരെ വേറെ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ നഫ്സിനും ഒരു വിലക്കുണ്ടാവും. എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ ഒരു മലക്കൽ ഒരുപാട് തരം മലക്കളുണ്ട്. അതിവിടെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയണത് വഇൻ നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിദ്, സൂക്ഷിക്കാൻ, അവനെ കാക്കാൻ, കാവലിന് ഒരു മാലാഖ. നമ്മളൊരു മാലാഖയുടെ കൂടെയാണ് നടക്കുന്നത് എന്ന് വരുമ്പോ, ഒരു മലക്കിനോടൊപ്പമാണ് നമ്മൾ നടക്കുന്നത് വരുമ്പോ നമ്മുടെ മനസ്സിന് മാറ്റം ഉണ്ടാവും. ഒരു അപകടത്തിലേക്ക് നമ്മൾ പോകുകയാണെന്ന് തോന്നുമ്പോൾ അല്ല, നമ്മുടെ കൂടെ ഒരു മാലാഖ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചൊരു മലക്ക് എന്റെ കൂടെ ഉണ്ട്. ഞാൻ അള്ളാഹയിൽ ദൃഢമായി വിശ്വസിക്കുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളയാണ് എന്റെ സംരക്ഷകൻ എന്ന് ഉറച്ചു പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന് വേറെ മലാഖമാർ വരും. തതനസ്സലു അലൈഹിൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു. അപ്പൊ മലാഖമാരോടൊപ്പം നടക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ അലൈക്കും ലഹാഫിളീൻ, വേറെ രണ്ടുപേര് കിറാമൻ കാത്തിബീൻ, മാന്യരായ എഴുത്തുകാർ, എല്ലാം രേഖപ്പെടുത്താൻ ഇടത്തും വലത്തും വായിച്ച്
ഉള്ള 2 എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ പറയുന്നുണ്ട്. എല്ലാം മനുഷ്യന്റെ വികാരങ്ങൾ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, കേൾവിയും ആഴ്ചയും ഹൃദയ വികാരങ്ങളും, അതായത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തുന്നതാണ്. ഓരോ സംഗതിയും അവരുടെ നജ്വാഹും, അതായത് സിർറഹും നജ്വാഹും, അവരുടെ ഗൂഢാലോചനകളും അവരുടെ രഹസ്യങ്ങളും ഒക്കെ എല്ലാം എഴുതി രേഖപ്പെടുത്തുന്ന മാലാഖമാരെ നാം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ റഖീബുൽ അതീദ് എന്ന് നമ്മൾ പറയും. റഖീബുൽ അതീദ് 2 മലക്കുകളുണ്ട്. റഖീബുൽ അതീദ് പറയുന്നത് അതായത് അതീതായ റഖീബ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് തയ്യാറായി കാത്തു നിൽക്കുന്ന നിരീക്ഷകൻ. അത് നമ്മളെ കൃത്യമായി പറഞ്ഞു പഠിക്കും. വീണ്ടും വലിയൊരു പ്രശ്നമാണ്. അതായത് ഹബിലുൽ വരീദ് എന്ന് പറഞ്ഞാൽ ജോക്കുലർ വെയിൻ, ഈ കണ്ടത്തിലെ രക്തധമനിയാണ്. നാം അവനോട് അവന്റെ കണ്ടത്തിലെ രക്തധമനിയേക്കാൾ അടുത്തിരിക്കുന്നു. അപ്പൊ അവനെവിടെയാണ്? അള്ളാഹ് നമുക്ക് മനസ്സിലായി. അള്ളാഹു എന്ന് പറഞ്ഞാൽ നമുക്ക് പിടികിട്ടാത്ത അതിശക്തമായ ഒരു പവറാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടത്തിലെ രക്തധമനി കാണാൻ കഴിയും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ടത്തിലെ രക്തധമനിയേക്കാൾ നമ്മളോട് അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ നമ്മളെവിടെയാണ്? ഒരു ലേശം ബുദ്ധിമുട്ട് അങ്ങനെയാണ് സംഗതി മനസ്സിലായത്. മനുഷ്യനെ റെപ്രസെന്റ് ചെയ്യുന്ന, മനുഷ്യനെ പ്രതിനിധിക്കുന്ന നഫ്സിന്റെ സീറ്റ് ഹാർട്ടിലാണ്. അപ്പൊ ഹാർട്ടും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കാൾ അടുപ്പം അല്ലാഹു നമുക്ക് മുന്നോട്ട് എന്നതാണ്. നമ്മളും നമ്മുടെ ഹൃദയവും തമ്മിലുള്ള അടുപ്പത്തേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അടുത്തി എന്ന് പറഞ്ഞാൽ നമ്മളോട് നമ്മളല്ല, അള്ളയാണ് ഏറ്റവും അടുത്തത്. ലേശം അടുപ്പത് മനസ്സിലാക്കാൻ. നമ്മളോട് നമ്മളല്ല, അള്ളയാണ് അടുത്തത് എന്ന് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കൽ ഒരു ഭയങ്കരമാണ്. ഹൃദയത്തെ കിടില കൊള്ളി, മനസ്സിന്റെ താളം തെറ്റിച്ചാണ്. അവന് യാതൊരു തരത്തിലുള്ള തോന്യാസത്തിനും പോകാൻ കഴിയാതെ തമ്പുരാന്റെ നിർദ്ദേശങ്ങൾക്കൊത്ത് സമർപ്പിച്ചു പോകാനുള്ള ഒരു മനസ്സുണ്ടാവും. നാം അവന്റെ കണ്ടത്തിലെ രക്തധമനിയേക്കാൾ അവനോടടുത്താണ്. പിന്നെ തയ്യാറായി കാത്തു നിൽക്കുന്നവരാണില്ലാതെ. പണ്ടൊക്കെ ആളുകൾ പറഞ്ഞു റഖീബ് വർത്തി, ഉങ്കറിനൊക്കെ പറയുമ്പോൾ റഖീബ് വർത്തിന്ന് 2 മാലക്കൾ, അങ്ങനെ എല്ലാ ഉദ്ദേശം. അതായത് തയ്യാറാകുന്ന കാത്ത് ഒരു നിരീക്ഷണം ഉണ്ടാവും. വലതുഭാഗത്തും ഇടതുഭാഗത്തും നിരീക്ഷണം ഉണ്ടാവും. നന്മയും തിന്മയും എഴുതാൻ ഓരോ നിരീക്ഷകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. നന്മ തിന്മകൾ എഴുതണം. ഒരാൾ ഒരു നന്മ ചെയ്യണമെന്ന് മനസ്സിലാശിച്ചാൽ ഉടനെ വലതുഭാഗത്തെ നിരീക്ഷകൻ എഴുതും അയാൾ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട്. അള്ളയുടെ ഓർഡറാ, എഴുതിക്കൊള്ളും. ഒരു നന്മ കിട്ടി, അയാളത് ചെയ്തില്ലെങ്കിലോ അതവിടെ പോകും. അയാൾ ആ നന്മ ചെയ്താൽ 9 നന്മകൾ കൂടി എഴുതി 10 ആക്കും. അത് അള്ളാഹുവിന്റെ കാരുണ്യം. ഒരു തിന്മ ഒരാൾ ചെയ്യണമെന്ന് അവനെ കണ്ട് കൊടുക്കണം, വരട്ടെ എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചാൽ ഉടനെ ഈ മലക്ക് എഴുതാൻ പോകും. ഇടതുഭാഗത്ത് തിന്മ എഴുതുന്ന മലക്ക് എഴുതാൻ പോകുമ്പോൾ വലതുഭാഗത്തുള്ള മലക്കുറ എഴുതല്ലേ, പ്രവർത്തിച്ചില്ല, വരട്ടെ വരട്ടെ. അള്ളാഹു മനുഷ്യനൊരു പ്രത്യേകത, ഒരു സൗജന്യം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയണം, പറയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരെ മനസ്സിന്റെ ചിന്തകളെ പിടിച്ച് ശിക്ഷിക്കൂല. ഭയങ്കര കാര്യം. മനസ്സിന്റെ തോന്നലുകൾ കൊണ്ട് എന്റെ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കില്ല. അവരതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ പറയുമ്പോഴേക്കും. ചീത്തയാണെങ്കിൽ പറയാം, അടിയാണെങ്കിൽ കൊടുക്കുക. അതായത് ഏതെങ്കിലും പ്രവൃത്തി ഉണ്ടാവാതെ മനുഷ്യ മനസ്സിന്റെ ചിന്തകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ച് ശിക്ഷിക്കൂല. വലിയൊരു കാരുണ്യമാണ്. അപ്പോ അവസാനം പറഞ്ഞ്, അതായത് ഒരു 2 വരട്ടെ കൊടുക്കാന്ന് പറഞ്ഞത് കൊടുത്തപ്പോ ഉടനെ അവൻ എഴുതണമല്ലോ. അപ്പൊ മറ്റേ മലക്കുറ എഴുതല്ലേ, അവൻ സത്യവിശ്വാസിയാണ്. തൗബ ചെയ്യുന്നു നോക്കാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, തൗബ ചെയ്യണമെങ്കിൽ അതില്ലാതെ മുകഫ്ഫറഹും സയ്യാത്തി അല്ല, അവനൊരു നന്മ വേറെ ചെയ്ത് നോക്കാം. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യാത്ത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. അതായത് നന്മ ചെയ്താല് തിന്മ മാഞ്ഞു പോകുന്നുള്ള, തൗബ ചെയ്താല് അതായത് ഇസ്തിബ്ദാലാക്കുന്നതാണ്. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവന്റെ സയ്യിആത്ത് ഹസനായിട്ട് മാറും. ആണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോ അയാൾ വന്ന് കണ്ട് കൊടുത്തുപോയി. കൊടുത്തപ്പോ അയാളൊന്നും മിണ്ടിയില്ല, അയാളാണ്ട് പോയി. മോശമാക്കി, സോറിട്ടാ, ഞാൻ നിങ്ങളെ എന്തെങ്കിലും പറയുന്ന വിചാരിച്ചു പറഞ്ഞു, നിങ്ങളൊന്നും പറഞ്ഞില്ല, മാന്യാണ്, സോറിട്ടാ, കഴിഞ്ഞ ദിവസം നന്മയായി. ഇത് വളരെ നിസ്സാരമായി നമുക്ക് തോന്നുന്ന സംഗതിയാണ്. പക്ഷെ ജീവിതത്തിന്റെ ഓരോ ചെറിയ ചലനങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇതെല്ലാം അവിടെ രേഖപ്പെടുത്തി വെക്കും.
കൃത്യമായി രേഖപ്പെടുത്തി. നമ്മളിപ്പോ എന്തെങ്കിലും അതാണ് ഇസ്തിഗ്ഫാർ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം, തൗബ ആവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. ഒരു സത്യവിശ്വാസം സംബന്ധിച്ചോളം ശരിക്കും ശ്രദ്ധിച്ചാല് ഒരു തെറ്റില്ലാത്ത ജീവിതം നയിക്കാൻ പറ്റും. കാരണം സുബഹിക്കും ലഹറിന്റെ ഇടയിൽ ശ്രദ്ധിച്ചാൽ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ ലഹറിന്റെ ഇടയിൽ 6 മണിക്കൂർ അധികമുണ്ട്, അന്നേരം എഴുതി പോകും. ലഹർ നിസ്കരിച്ച് കഴിഞ്ഞാൽ അസറിന്റെ ഇടയിൽ അത്ര സമയമില്ല. അപ്പൊ എന്തായാലും ആത്മാർത്ഥമായി ലഹർ നിസ്കരിക്കുകയാണെങ്കിൽ അസർ നിസ്കരിക്കുകയാണെങ്കിൽ ലഹറിനും അസറിനും ഇടയിലുള്ള പാപങ്ങൾ കഫാറത്താവും. അങ്ങനെ നിരന്തരമായി സസൂക്ഷ്മം നിസ്കാരം നിർവഹിക്കുമ്പോൾ അവന്റെ പാപരഹിതമായ ഒരു മനസ്സ്, ശുഭ്രമായ ഒരു മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല മനസ്സിന് നല്ല ചിന്ത ഉണ്ടാവും. വൈരാഗ്യമില്ലാത്ത, ദേഷ്യമില്ലാത്ത, അസൂയയില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വെട്ടിപ്പിക്കാൻ ആഗ്രഹമില്ലാത്ത, മറ്റുള്ളവന്റെ അത് എടുത്തു തിരണമെന്നോ അസുഖം ആർത്തിയും ദുരയുമില്ലാത്ത ഒരു മനസ്സുണ്ടാവും. അപ്പൊ നമുക്കങ്ങനെ ആവണില്ല എന്നുള്ള, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ബാഡ് ക്വാളിറ്റീസ് ഉണ്ടോ അപ്പൊ നമ്മുടെ മനസ്സിന് തകരാറുണ്ട്. അതായത് ശരിക്കും നമ്മുടെ ഹാർഡ് ഡിസ്ക് മോശമാണ്, ഹാർഡ് ഡിസ്ക് കേടായിരിക്കുന്നു. ഹാർഡ് ഡിസ്ക് നന്നാക്കാതെ കമ്പ്യൂട്ടർ നന്നാവില്ല. അപ്പൊ ഹാർഡ് ഡിസ്ക് നന്നാക്കണം. അത് നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ്, ശരിക്കും ഫിറ്റ് തന്ന സാധനം. അത് നമ്മൾ മലീമസമാക്കി കളഞ്ഞിരിക്കുന്നു. അത് മലീമസമാവാതിരിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം മന്നോണം പറയുന്ന തമ്പുരാന്റെ അടുത്തേക്ക് നിരന്തരമായി അഖിമിസ്സലാത്തലിദിക്രി, അള്ളാഹുവിന്റെ സ്മരണ, അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താനുള്ള എന്ത് പരിപാടിയും നമസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദിക്ർ, തസ്ബീഹ്, ദുആ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ഇത്യാദി കാര്യങ്ങളാണ്. ഏത് സംഗതിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പോയി പറയാൻ. ഒരു കാര്യം കൂടെ ഓർക്കണം, എന്ത് ഒരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അതാണ് രേഖപ്പെടുത്താതെ പോകില്ലട്ടോ എന്ന് മനുഷ്യ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുമ്പോ മനസ്സിൽ നിന്ന് വാക്ക് പറയുന്നതിന് മുമ്പ് ഒന്നാലോചിക്കും. എന്തെങ്കിലും വിടുവാറ്റം പറയുന്നതിന് മുമ്പ് ഒന്നാലോചിക്കാനുള്ള മനസ്സിന്റെ ഒരു വളരെ ഗൗരവതരമായ ഒരു അവസ്ഥാവിശേഷം. അത് മനുഷ്യ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ പര്യാപ്തമാണ്. യഥാർത്ഥത്തിൽ സൂറത്തുൽ ഖാഫിന്റെ ഓരോ ഓതിവെച്ച ആയത്തിന്റെ ഒരു 10% മാത്രമേ യഥാർത്ഥത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ആഴത്തിലാണ് ഈ സൂറത്തിൽ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവൻ ഖുതുബയിലൂടെ പറഞ്ഞു തരാൻ നമുക്ക് സാധ്യമാവില്ല. ഇത് നിങ്ങൾ പഠിക്കണം. സൂറത്തുൽ ഖാഫ് അതിന്റെ വിരുദ്ധ വ്യാഖ്യാനങ്ങൾ പലർക്കുണ്ട്. അത് പഠിക്കുമ്പോ നമ്മുടെ നഫ്സിനെ സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങൾ വേറെ പലർക്കും കിട്ടും. പറയുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള, പ്രയാസങ്ങളെ നേരിടാനുള്ള, ബുദ്ധിമുട്ടുകൾ അതിജയിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എന്ന ശുഭ്രമായ ഒരു മനസ്സ്, ശാന്തമായ ഒരു മനസ്സുമായി ഉറങ്ങാൻ പോകുന്നവര് ഒരാശ്വാസമായിരിക്കും. ഒരുപാട് കണക്കുകളും ഒരുപാട് വൈരാഗ്യങ്ങളുമായിട്ട് ഉറങ്ങാൻ പോകുമ്പോ ഉറക്കത്തിൽ നമുക്ക് ഒരിക്കലും ഒരു ശാന്തി ഉണ്ടാവില്ല. ഉറക്കത്തിൽ മാലാഖമാർ നമ്മളെ തഴുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നുമെടുത്ത് ഉറങ്ങുന്നവന്റെ ആത്മാവ് അള്ളാഹുവിന്റെ അർശിലെത്തുകയും അവിടെ സുജൂദ് ചെയ്യാൻ അനുമതി നൽകുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോ എല്ലാം നമ്മളൊന്ന് ക്ലിയർ ചെയ്ത മനസ്സിനെ ഇത് എന്റെ അവസാനത്തെ ദിവസമാണ്, ഞാനിന്ന് ഉറങ്ങാൻ പോവാണ്, ഉറക്കത്തിൽ പിടിക്കുമെന്ന് സാധ്യതയുണ്ട് നല്ല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ എന്റെ സ്റ്റോക്ക് ഒന്ന് എടുത്തുകളയാം. എപ്പോഴാ എഴുന്നേറ്റത്, എപ്പോഴാ എന്തൊക്കെയാ ചെയ്തത്, ആർക്കൊക്കെ നന്മ ചെയ്തു, ആരോടെല്ലാം തിന്മ പ്രവർത്തിച്ചു, അല്ലാഹു ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം ഇടപാടുകൾ എന്നുണ്ടായി, അങ്ങനെ ആലോചിച്ച് ഹൃദയംഗമായ തൗബ ചെയ്ത് രക്ഷിതാവിലേക്ക് അങ്ങ് ഉറങ്ങാൻ പോകുന്ന ഒരു മനുഷ്യൻ ഒന്നും കൂടി ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഹദറത്തിലെത്തി അവിടെ ആത്മാവിനെ സുജൂദ് ചെയ്യാൻ അവസരം ഉണ്ടാവുമ്പോ അവന്റെ സ്വപ്നങ്ങളിൽ പ്രവാചകന്റെ നുബുവത്തിന്റെ 46 അംശമായ അർ-റുഇയ അൽ-ഹസൻ, നന്മയായ സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് പോലും സ്വപ്ന ദർശനം ലഭിക്കാൻ സാധ്യമായ ഒരു മനസ്സാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു പ്രശ്നത്തിൽ നമ്മൾ വളരെ സങ്കീർണമായി ഇടങ്ങേറാകുമ്പോ നല്ല ക്ലിയർ ആയ മനസ്സുമായി രക്ഷിതാവിനെ സമീപിച്ചാൽ ഒന്നുകിൽ ഇൽഹാം തരും, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിൽ ഈ മാലാഖമാർ നമുക്ക് സ്വപ്നം കാണിച്ചു തരും. അൽ മുബശ്ശറാത്ത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് മുബശ്ശറാത്തുകൾ ആളുകൾ ഉണ്ടാവാറുണ്ട്. സ്വപ്നം അനുസരിച്ച് പ്രവർത്തിച്ച പ്രവാചകന്മാരെ സംബന്ധിച്ചറിയാം. അതിന്റെ 46 പ്രാവശ്യം സാധാരണ സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിവേദനങ്ങളിൽ പ്രഖ്യാപനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നഫ്സിനെ ശരിക്കും വളരെ പ്യൂരിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്.
അതിന് തഖ്വ ഉണ്ടാവണം എന്നുള്ളത്. ആ തഖ്വയാണ് യഥാർത്ഥത്തിൽ ഉപദേശം. അപ്പൊ തഖ്വ കൊണ്ടുള്ള ഉപദേശം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ സംഗതിയല്ല. ഇങ്ങനെ ഓസിത്തുമ്പി തഖ്വ എന്ന് പറഞ്ഞു പോകാനുള്ളതല്ല, ആഴങ്ങളിൽ അർത്ഥമുള്ളതാണ്. അത് പഠിച്ചു മനസ്സിലാക്കി വിജയത്തിന് വേണ്ടി പ്രയോഗിക്കാനും അങ്ങനെ ജീവിത വിജയം ദുനിയാവിലും ആഖിറത്തിലും കൈവരിക്കാനും കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله حمدا كثيرا طيبا مباركا من غير جلال وجهه وعظيم سلطانه. سبحانك لا نثنى كما اثنيت نفسه لك الحمد حق قدره. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحباء، اوصيكم واياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണം എന്നോടെന്ന പോലെ നിങ്ങളോട് വസിയത്ത് ചെയ്യുക. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മളുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം ശരിയായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഏത് ദുർഘടമായ സാഹചര്യത്തിലും ആശ്വാസകരമായി ജീവിക്കാൻ സാധിക്കും. യാതൊരു സംശയമില്ലാതെ ഖുർആൻ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു സംഗതിയാണ്. ആന്തരിക ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പത്രങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, മീഡിയകളിലൂടെ എത്തുന്നത്. സമൂഹത്തിന്റെ എല്ലാ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളെയും തകരാറിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ബലാത്സംഗങ്ങൾ, കൊലപാതകങ്ങൾ, പിടിച്ചുവരൽ, അഴിമതി, തോന്നിവാസം, ഇതിലെല്ലാത്തിലും ഈ സമുദായത്തിന്റെ പേരുള്ള ആളുകളുണ്ടാവും. ഇന്നുണ്ട് എല്ലാ സംഗതികളും. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇവിടെ ജീവിച്ചു മരിച്ചുള്ള മനുഷ്യന്മാരാണ്. സ്വന്തം ജീവിതത്തിന്റെ ഭാവിയെക്കുറിച്ച് ഒന്നും തന്നെ തിരിയാതെ എന്തെല്ലോ കാട്ടിക്കൊണ്ടതാണ്. ജനങ്ങൾക്ക് അധികം ആളുകൾക്കും വിവരമില്ല, അധികം ആളുകൾക്കും ബുദ്ധിയില്ല. ഞാൻ പറഞ്ഞല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. മെജോറിറ്റി ഫ്ലോട്ടിംഗ് എയിംലെസ്ലി എന്ന് പറഞ്ഞ ഒരു യൂറോപ്യൻ പറഞ്ഞു. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, മെജോറിറ്റി എപ്പോഴും ഈ ഭൂരിപക്ഷം ഇങ്ങനെ ലക്ഷ്യമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. 75% അങ്ങനെയാണ്. 20% ആളുകൾ 5% ചിന്തിച്ചതിനെ കുറിച്ച് പുനർചിന്തനം നടത്തിക്കൊള്ളു. അങ്ങനെ 25-70 പോകും. ജനതയെ 100ആക്കിയാൽ 5% ആളുകളെ പുതിയ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. 20% ആളുകൾ 5% ചിന്തിച്ച കാര്യങ്ങളുടെ വ്യാപ്തിയെ കുറിച്ച്, അതിന്റെ വ്യാഖ്യാനങ്ങൾ. ബാക്കി 75% ആളുകളും ഇവരെ കണ്ടിട്ട് ഇങ്ങനെ പോവാം. അപ്പൊ സമൂഹത്തിൽ ഒരു 5%, മാക്സിമം ഒരു 25% നന്നായാൽ സമൂഹം മുഴുവൻ നന്നാവും എന്നതാണ് അതിന്റെ മാർഗമാണ്. ജനങ്ങൾക്ക് അധികം ആളുകൾക്ക് വിവരമില്ല, ബുദ്ധിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ എല്ലാവരെയും എഴുതി തള്ളിക്കളയാനാണ് നമ്മുടെ മനസ്സിൽ വന്നത്. അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എല്ലാവരും നന്നാവണമെന്നില്ല. കുറഞ്ഞ ആളുകൾ നന്നായാൽ ബാക്കിയുള്ളവർ നന്നായിക്കൊള്ളൂ. അതിന്റെ ഒരു പോസിറ്റീവ് റീഡിങ് അങ്ങനെ. കുറഞ്ഞ ആളുകൾ നന്നായാൽ, ഒരു വീട്ടിൽ കുടുംബനാഥൻ നന്നായാൽ പിന്നെ പെണ്ണ് നന്നാവും, ഭാര്യ നന്നാവും. നന്നാവാതെ ജീവിക്കാൻ പറ്റില്ല. ഭാര്യയും ഭർത്താവും നന്നായി ജീവിക്കുമ്പോ മക്കൾക്കും നന്നാവാതെ നിവർത്തിയില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന വാപ്പയും ഉമ്മയും കണ്ടുകൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ മക്കൾക്ക് സാധ്യമാവില്ല. അപ്പൊ നമ്മളാണ് കുടുംബത്തിലെ നാഥൻ, അവനാണ് നന്നാണ്ട്. അങ്ങനെയാണ് പ്രവാചകർ ഓരോരുത്തരും. പ്രവാചകന്റെ സദസ്സിൽ മദീനയിലെ ആവാലവർഗം ജനങ്ങൾ വന്നു കുടിക്കുന്നിരിക്കുന്നില്ല. കുറെ സഹാബാക്കളുണ്ടാവും, ആളുകൾ. പെണ്ണുങ്ങളൊക്കെ വീട്ടിലായിരിക്കും, കുട്ടികളൊക്കെ വീട്ടിലായിരിക്കും, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും പള്ളിയിൽ വരുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മളെ കേൾക്കുന്ന ഒരുപാട് സഹാബാക്കളെ പേരുണ്ടല്ലോ. അവര് മാത്രമല്ലല്ലോ. 1,20,000 ആളുകളാണല്ലോ കേരളത്തിൽ പങ്കെടുത്തു. നമുക്ക് എത്ര സഹാബാക്കളെ പേരറിയാം? വളരെ കുറഞ്ഞ ആളുകളുടെ പേരറിയാം. അപ്പൊ കുറഞ്ഞ ആളുകളാണ് യഥാർത്ഥത്തിൽ
ഈ സമൂഹത്തെ ശരിയായ നിലയിൽ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പള്ളിയിൽ വരുന്ന എല്ലാ ആളുകളും വളരെ ഹൈലി ഇന്റലിജന്റ് വായന തക്കുള്ള ആളുകളുണ്ട്. കുറഞ്ഞ ആളുകളായാൽ, സംഘത്തെ നയിക്കുന്ന ആളുകളായാൽ അവരിൽ ഏറ്റവും ഉന്നതിയിലേക്ക് മാനസിക നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തപ്പയുള്ളവരായാൽ ഒരു സമൂഹം തപ്പുള്ളവരാകും. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും രാഷ്ട്രത്തിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിലും നേരെ പോകാം. അതുകൊണ്ടാണ് ഓരോ വ്യക്തിയെയും നേർക്ക് നേരെ നീ തക്കോളാണ് തക്കുള്ളാബക്കത്തിൽ പറഞ്ഞത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ആ തഖ്വ ഇങ്ങനെ എടുത്തെടുത്ത് പറയണം. ഒരുപാട് വ്യാഖ്യാനമാണ് തഖ്വ. ഒന്നോ രണ്ടോ വ്യാഖ്യാനങ്ങൾ കൊണ്ട് തീരുന്ന ഒരു സംഗതിയല്ല. അത് മനുഷ്യ മനസ്സിനെ സംബന്ധിച്ച് അള്ളയുമായിട്ടുള്ള ബന്ധം, അവന്റെ അടിമയാണെന്നുള്ള ബോധം, അവനെ സമർപ്പിക്കണമെന്നുള്ള സൂക്ഷ്മത ബോധം, ആ ബോധത്തിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളും ചിന്തയും, പിന്നെ അതിന്റെ ആശയവും ഭാഷയും പ്രവൃത്തിയും പെരുമാറ്റവും എല്ലാം ഈ തഖ്വയിൽപ്പെടുന്നതാണ്. അപ്പൊ നിസാരമായ ഒരു സംഗതിയല്ല വെള്ളിയാഴ്ച ഉപദേശിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തഖ്വ കൊണ്ടുള്ള ഉപദേശം എന്നത് എനിക്കും നിങ്ങൾക്കും വളരെ ഗൗരവപരമായ സംഗതിയാണ്. അതിന്റെ അടുത്ത് പോലും നമ്മൾ എത്തുന്നില്ല. അത് എത്താൻ കുറച്ച് മെനക്കെട്ട് പഠിച്ച് എത്തേനാണ് വേണം. എങ്കിലും നമുക്ക് ജീവിത വിജയം ഉണ്ടാവുള്ളൂ. ദുനിയാവിൽ മാത്രം വിജയിച്ചിട്ട് കാര്യമില്ലല്ലോ. ആഖിറത്തിൽ വിജയിക്കണം. ആഖിറത്തിൽ വിജയിക്കാൻ തഖ്വയില്ലാതെ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അധ്വാനിച്ച് വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പെടാൻ ശ്രമിക്കുക. അതിന് കാരുണ്യവാനായി തമ്മിൽ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ-നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم اغفر لنا أبو بكر وعمر وعثمان وعلي حمزة والعباس الحسن والحسين ومن بقية أصحاب رسول الله أجمعين. قالوا لي ولا يقبلون جميع الله ويقالوا الكريم وأن يكون والدنا المؤمنين. നമ്മുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, സ്ഥാനന്മാർ, ബന്ധുത്വങ്ങൾ, മറ്റുള്ള അംഗങ്ങളിൽ ഉള്ളൊരു വിശ്വാസമില്ലാത്ത തന്നെ ഞങ്ങളിന്ന് മുന്നേ നിന്നിലെത്തിയ ആളുകളുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റുന്നതിനാണ് ദുആയുടെ ശക്തിയിൽ ഒരുപാട് ആളുകളുടെ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചു കൊടുക്കുന്നത്. അവരുടെ രോഗങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കുന്നതിനാണ്, അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കുന്നതിനാണ്. റഹ്മാനായ തമ്പുരാനെ ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരുന്നതിനാണ്. ഈ ദീൻ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകുന്നതിനാണ്. പ്രാർത്ഥനാജനകമായ ഒരു മനസ്സ് നൽകുന്നതിനാണ്. എപ്പോഴും നിന്നോട് ഒട്ടി നിൽക്കാനുള്ളത് മനസ്സിലാക്കുന്നതിനാണ്. പരിശുദ്ധമായ മനസ്സും പരിശുദ്ധമായ ചിന്തയുമായി ജീവിച്ച് അവസാനിപ്പിക്കാനുള്ള തൗഫീഖ് നൽകുന്നതിനാണ്. സക്കറാത്തുൽ മൗത്തിന്റെ വേദനകൾക്ക് ആശ്വാസമാക്കണേ തമ്പുരാനെ. ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണമെന്നതാ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നരകശിക്ഷകൾക്കാക്കുകയും ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ ഉത്തരം നൽകി അനുഗ്രഹിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. ربنا